Chinese soul red. Grateful, oh yeah, able, oh yeah, I'm stable. Let me in, let me know me, yeah, I got only a path, I'm lonely. ഹലോ നമസ്കാരം, ഫ്ലോറൽ ഫിൻസിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പം ഇത് നമ്മുടെ മാമ്പഴക്കാലം എന്നൊരു ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നില്ലേ കൊല്ലത്ത് നടന്നത്. അപ്പം അതിൻ്റെ പാർട്ട് 4 ആണ്. അപ്പം ഇതിൽ നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് പ്രാവുകളെയാണ്. ഓക്കെ, അപ്പം എൻജോയ് ദ വീഡിയോ. ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ഡയമണ്ട് ഡോവിനെയാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വളരെ ചെറിയ ഇനം ഒരു പ്രാവ് വർഗ്ഗമാണ് കേട്ടോ. ഇത് വളരെ ഇത്തിരി കുഞ്ഞന്മാരാണ്. പിന്നെ ഇത് ഫ്രെൽ പീജിയൻ. ഇതിൻ്റെ ദേഹത്തെ ആ തൂരുകളൊക്കെ ചുരുണ്ടിരിക്കുന്നുണ്ടല്ലേ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നല്ല വെള്ളക്കട്ടലാണ് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇത് ബൊക്കാറ ട്രംപറ്റർ. ഇത് ഇറങ്ങിയ സമയത്തൊക്കെ അത്യാവശ്യം നല്ല ഹിറ്റായിരുന്നു. അതായത് നല്ല വിലയും ഉണ്ട്, അത്യാവശ്യം നല്ല സൈസും ഉണ്ട്. ഈ സാധനത്തിന് കാണാൻ നല്ല ഭംഗിയാണ്. ഒരു ബ്ലാക്കും ഒരു വൈറ്റും. ഇത് പൗട്ടറാണ്, പൗട്ടർ പീജിയൻ. നോർമൽ പൗട്ടർ. അത്യാവശ്യം നല്ല സൈസുള്ള പ്രാവാണ്, നമ്മുടെ കൈയുടെ അത്രയും വലിപ്പം വരും. വൈറ്റ് കടലാണ് കേട്ടോ ഇത്. വൈറ്റ് കടല പൗട്ടർ ഒരു പേര്. ഇതും ഒരു പൗട്ടർ പ്രാവ് തന്നെയാണ്. ഇത് ഗാഡിറ്റാണോ പൗട്ടർ എന്ന് പറയും. അതിൻ്റെ തന്നെ ബ്ലാക്ക് കളർ. ഇത് നല്ല സൈസുള്ള പൗട്ടർ തന്നെയാണ്, കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല പ്യൂർ ബ്ലാക്ക് കളറിൽ. പിന്നെ ഇത് മുതിരയും അത്യാവശ്യം സൈസുള്ള ഒരു കോഴിയുടെ അത്രയും സൈസുണ്ട് ഈ സാധനത്തിന്. അതാണ് മുതിര പീച്ച. അതിൻ്റെ ബ്രൗൺ കളറിലെ ഒരു പേരാണ്. പിന്നെ ഇത് ഫ്രഞ്ച് മൊണ്ടൈൻ പീജ. ഇതും അത്യാവശ്യം നല്ല സൈസുള്ള പ്രാവ് തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എൻ്റെ സൈസ്. നല്ല സൈസുണ്ട് ഈ സാധനത്തിന്. ഇതെന്നെ അൺപീജ് എന്നുള്ളൊരു ടൈപ്പ് പ്രാവാണ്. എൻ്റെ തലയുടെ മുകളിലുള്ള തൊപ്പിയില്ല, ക്യാപ്പ്, അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിൻ്റെ തന്നെ ഒരു വൈറ്റും ഒരു ബ്ലാക്കും. ഇത് ചൈനീസ് ഔൾ. നല്ല കുഞ്ഞും പ്രാവുകളാണ്, അതിൻ്റെ കുഞ്ഞു ചുണ്ടുകളാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കാണാനുള്ള ഭംഗി തന്നെയാണ്. നല്ല രസമാണ് കേട്ടോ എന്നെ കാണാനായിട്ട്. നോക്കിയാൽ എന്ത് ക്യൂട്ടാണെന്ന്. ഇത് ജാക്കോബിൻ. അതിൻ്റെ തലയുടെ ചുറ്റുമുള്ള ആ ഒരു ഫെതേഴ്സാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു ക്യാപ്പ് പോലെ ഫുള്ള് കവറായിട്ട് നിൽക്കും. അതിൻ്റെ ഒരു ബ്ലാക്കും ഒരു വൈറ്റും. ഇതും ഒത്തിരിയേറെ ഫാൻസ് ഉള്ളൊരു പ്രാവ് തന്നെയാണ്. പിന്നെ വീണ്ടും ഒരു പേര് ഫ്രിൽ ബാക്ക് പീജിയൻ. അതിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ദേഹത്തെ ആ ചുരുണ്ട ഫെതേഴ്സാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാനിതുവരെ കണ്ടതിൽ വെച്ച ഏറ്റവും സൈസുള്ള പ്രാവാണിത്. ഇതിൻ്റെ പേര് റണ്ട് പീജൻ എന്നാണ്. ഇത് നല്ല സൈസുണ്ട് കേട്ടോ ഈ സാധനത്തിന്. ഇതിൻ്റെ ഒരു ബ്രൗൺ കളറിൻ്റെ ഒരു പേരാണ്. പിന്നെ ഇത് ഹിപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ നമ്മുടെ ജാക്കോബിനെ പോലെ ഇരിക്കും, പക്ഷേ ജാക്കോബിനല്ല, അത്രയ്ക്ക് ഫെതേഴ്സ് ഇല്ല കേട്ടോ എൻ്റെ തലയ്ക്ക് ചുറ്റും. അതിൻ്റെ ഒരു ബ്ലൂ ബാറും ഒരു ബ്രൗൺ. ഇത് ഫ്രിൽ ബാക്കിൻ്റെ 2 ബാർ വെറൈറ്റീസ് ആണ്, അതായത് മീലി, ആഷ്, റെഡ് ബാർ. പിന്നെ ഇത് ഇംഗ്ലീഷ് ഫാൻറ്റെയിൽ ആണ്. ഇംഗ്ലീഷ് ഫാൻറ്റെയിലിൻ്റെ ഒരെണ്ണം ബ്ലൂ ബാറും ഒരെണ്ണം ഒരു ടെയിൽ മാർക്കുമാണ്. ഇത് ഓസ്ട്രേലിയൻ ബിസ്ക്കറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ബർപ്പ് എന്ന് പറയുന്ന സാധനമല്ലേ, അതാണിത്. അതിൻ്റെ ബിസ്ക്കറ്റ് കളറിലുള്ളത്. പിന്നെ ഇത് നമ്മുടെ ബ്യൂട്ടി ഹോമറാണ് കേട്ടോ, ബ്യൂട്ടി ഹോമർ. പിന്നെ ഇത് ഫാൻറ്റെയിൽ, നോർമൽ ഫാൻറ്റെയിലാണ്, ഇന്ത്യൻ ഫാൻറ്റെയിൽ. നെക്സ്റ്റ് വൺ ഓസ്ട്രേലിയൻ റെഡ് ആണ്, അതായത് നമ്മുടെ ബർപ്പൻ്റെ റെഡ് കടലസാനം. ഇത് ഓസ്ട്രേലിയൻ വൈറ്റ്, അതായത് ബർപ്പൻ്റെ വൈറ്റ് കളർ. അതിൻ്റെ തലയിൽ തൊപ്പിയും ആ വൈറ്റ് ഫെതേഴ്സൊക്കെ നോക്കി എൻ്റെ കാലം എന്നെ ക്യൂട്ടാണെന്ന്. ഇത് ഒരു പേര് ആൽമണ്ട് മുഗിയാണ്. ഒരു സമയത്ത് ഭയങ്കര വിലയായിരുന്നു ഈ സാധനത്തിന്, ഭയങ്കര ഹിറ്റുമായിരുന്നു. പിന്നെ ഇത് ഫാൻറ്റെയിൽ, ചോക്ലേറ്റ് ഫാൻറ്റെയിലിൻ്റെ ഒരു പേരാണ്. അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ല സൈസുള്ള പ്രാവ് തന്നെയാണ് കേട്ടോ. ഇത് ഫാൻറ്റെയിൽ ബ്ലാക്ക്, അതായത് ഇന്ത്യൻ ഫാൻറ്റെയിലിൻ്റെ ബ്ലാക്ക് കളറിലുള്ളതിൻ്റെ ഒരു പേര്. ഇത് ഏതോ ക്രോസ് സ്പീഡ് പ്രാവുകളാണ്, കാരണം അത്യാവശ്യം ചെറിയ രീതിയിൽ ബൂട്ട്സും ഉണ്ട് രണ്ടിൻ്റെയും കാലിൽ. കാണാൻ നല്ല ക്യൂട്ടാണ്, ഒരു വൈറ്റും ഒരു ബ്ലാക്കും. പിന്നെ ഇതെന്ന് പറയുന്നത് റെഡ് ഷോർട്ട് ഫേസ് പ്രാവിനകത്ത് തന്നെ റെഡ് കളറിലാണിത്. ഇത് ഇത്തിരി കുഞ്ഞമ്പറാണ് കേട്ടോ, അതിൻ്റെ ചെറിയ ചുണ്ടൊക്കെയാണ്. പിന്നെ ഇത് റേസിംഗ് ഹോമർ, അതായത് ഹോമർ, അതിനകത്ത് റേസിംഗ് ഹോമറിൻ്റെ ബ്ലാക്ക് ഒരു പേര്. പിന്നെ നെക്സ്റ്റ് വൺ ചൈനീസ് ഔൾ റെഡ്. ചൈനീസ് ഔൾ തന്നെ റെഡ് കളറുള്ള പ്രാവ്. ഇത് നമ്മുടെ വൈറ്റ് ഫാൻറ്റെയിലിൻ്റെ ഒരു പേര്. പിന്നെ നെക്സ്റ്റ് വേണം പറയുമ്പോഴത്തേക്കും കാരിയർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് കാരിയർ എന്നൊരു പ്രാവാണ്.
അടുത്തത് നമ്മുടെ സിറാസ് അല്ലെങ്കിൽ ലാഹോറി എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഒരു ബ്രൗൺ കളർ പ്രാവാണ്. അതിന് സ്ട്രെസ് എന്നൊക്കെ എഴുതിയിട്ടേക്കുന്നത് കേട്ടോ. സ്ട്രെസ് അല്ല, സിറാസ് ആണ്. സിറാസ് അല്ലെങ്കിൽ ലാഹോറി. ഇത് ഫാൻറ്റീൻ്റെ തന്നെ ഒരു ബ്രൗൺ അത്യാവശ്യം നല്ല ടൈൽ ഹോൾഡിംഗ് ഒക്കെ ഉള്ള സാധനം. പിന്നെ ഇത് മുഖി, നമ്മുടെ നോർമൽ ഒരു ബ്ലാക്കും ഒരു ആഷ് മുഖിയാണ്. ഇതിൻ്റെ ഫേവറേറ്റ് പ്രാവാണ് കേട്ടോ മുഖി എന്ന് പറയുമ്പോഴത്തേക്കും. ഇത് ഇംഗ്ലീഷ് ഹോമറിൻ്റെ ഒരു ബ്ലൂ ബാറാണ്. നെക്സ്റ്റ് ആയിട്ടുള്ളത് ഒരു പേര് റെഡ് മുഖിയാണ്. നല്ല ക്യൂട്ടല്ലേ, നോക്കിയേ. അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ ഫാൻ ടെയിൽ, അതായത് ടെയിൽ മാർക്ക് ഫാൻ ടെയിലിൻ്റെ ഒരു പെയറാണ്. കറക്റ്റ് പെയറാണ് കേട്ടോ. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് അമേരിക്കൻ ഹോമറിൻ്റെ ഒരു പെയർ ബ്ലൂ ബാർ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തേക്കുക. അപ്പോൾ ഇറ്റ്സ് മീ ദീക്ഷിത് വിജയമോഹൻ സൈനിങ് ഓഫ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.